എന്താ ഇപ്പൊ രണ്ടാളും കൂടി ഇവിടെ നിക്കണേ? എവിടുന്ന് വരുന്നേ? ഞാനിപ്പോ അങ്ങാടിയിലേറെ പോകാന്ന് വിചാരിച്ചാ. ഞാൻ 2-3 ദിവസം ആസ്പത്രി കേസൊക്കെ ആയിട്ട് ഇവിടെ നടക്കുകയായിരുന്നു. ഇതാണോ മറ്റേ കാക്കല്ലേ? ആസ്പത്രി കണ്ട് കാക്കാൻ 2 ദിവസം മുന്നേ. ആസ്പത്രി പോയിനാ? ഞാൻ ആസ്പത്രി പോയപ്പോ നിങ്ങളവിടെ കണ്ടായി തോന്നി എനിക്ക്. ഞങ്ങള് വിളിച്ചു. എന്താ വെച്ചാൽ നിങ്ങളപ്പോ തിരക്കില് കൂണിപ്പടി ആയിട്ടാണ് പോകുന്നത്. എന്റെ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിലെ കാര്യമൊന്നും പറയണ്ട. അതായത് പേരക്കുട്ടിയൊക്കെ പനിയും പല സൊക്കടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ്. അപ്പൊ ആസ്പത്രിയിൽ നിന്നാണെങ്കിൽ ഞാൻ സാധാരണ സർക്കാർ ആസ്പത്രി ഉണ്ട്, അവിടെയാണ് കാട്ടല്. അവിടെ കാണിച്ചു കഴിഞ്ഞാലേ ആ ഡോക്ടർ 2 ഗുളിക എഴുതി കൊടുത്താൽ മതി. പിന്നെ പനി ഒന്നും ഉണ്ടാവില്ല, അതോടുകൂടി മാറും. സാധാരണ ഞാൻ അവിടെയാണ് പോയല്. ആ ഡോക്ടർ ലീവിന് പോയപ്പോൾ ഞാനേ ടൗണിൽ പോയതായിരുന്നു. ടൗണിൽ പോയപ്പോഴാണ് ഇപ്പോൾ 2000 രൂപകളായി. ഒരു പനിയും ഇതൊക്കെ ഉണ്ടായിന്. അപ്പോൾ പല സ്കാൻ ചെയ്യാണ്ട്, പിന്നെ പല ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ കൂടി പറഞ്ഞു കണ്ട് എല്ലാം കൂടി പോലെ ഒരു 2000 രൂപ നമുക്ക് നല്ലൊരു ബില്ല് തന്നെ. അതിപ്പോൾ ഒരു 10 രൂപയമേ സർക്കാർ ആസ്പത്രിയിൽ 10 രൂപയ്ക്ക് മാറും. 10 രൂപയ്ക്ക് മാറുന്ന ഡോക്ടർ കാട്ടി കൊടുത്ത്. ഞാനേ ചെക്കനോട് പറഞ്ഞ് കുട്ടിക്ക് അത് അന്നെ നോക്കാനുള്ള ഡോക്ടർ അതാണ് എന്ന് പറഞ്ഞ് ആ 2 ഗുളിക എഴുതി കൊടുത്ത് ഞങ്ങൾ പോന്ന്. 2 ഗുളിക കൊടുത്ത് പനി മാറുകയും ചെയ്ത്. ഇവിടെ 2000 രൂപ നമുക്ക് വെറുതെ പോയില്ലേ. ഇത്ര ഒരു കൈപ്പുണ്യമുള്ള ഡോക്ടറാണെങ്കിൽ പിന്നെ സർക്കാർ ആസ്പത്രിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാൾ എന്ത് എഴുതി കൊടുത്താലും അപ്പോൾ സോക്കട് മാറും. എൻ്റെ കുട്ടികൾക്ക് അയാൾ ഒരു ഗുളിക കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. എനിക്കിപ്പോൾ 2000 പോയത് ആലോചിച്ചുകൂടാ. ചെക്കനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അന്നെ നോക്കാനുള്ള ഡോക്ടറാണ് ആ നിൽക്കേണ്ടത്. കുറേ ആൾക്കാർ ലൈൻ നിൽക്കുന്നുണ്ട്. അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പിന്നെ ആ ഡോക്ടർ നോക്കി 2 ഗുളിക പുറത്തുനിന്ന് മേടിച്ചു കൊടുത്ത് പനി മാറും ചെയ്ത്. 2000 രൂപ ചിലവാക്കിയിട്ട് ഇതുവരെ മാറിയിട്ടില്ല അവിടുന്ന് പോന്നിട്ട്. എന്നിട്ട് ഇവിടെ കാണിച്ചു കൊടുത്താൽ മാറിയത്. ഇത്ര ഒരു കൈപ്പുണ്യമുള്ളേ ഡോക്ടർമാരില്ല. മനുഷ്യന് ഇത്ര കൈപ്പുണ്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഉഷാറായിട്ടുണ്ടാവും ഓരോ